സൂക്ഷ്മദർശിനി ഡയറക്റ്റഡ് ബൈ എം സി ജിതിൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നോൺസെൻസ് എന്ന മൂവി പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു പക്ക മിസ്റ്ററി ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ട്രെയിലറിൽ നമ്മൾ കണ്ട പോലെയല്ല പടം, ഫുള്ള് ഒരു ജോണർ ഷിഫ്റ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി പല ജോണറിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ നസറിയ. അതിൽ നസറിയ ഇപ്പം 4 വർഷത്തിന് ശേഷമാണ് വന്ന് അഭിനയിച്ചിരിക്കുന്നത്. അത് ഗംഭീരാക്കിയിട്ടുണ്ട്. പിന്നെ ബേസിൽ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ബേസിലിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത്. അതായത് നമുക്ക് ബേസിലിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. എല്ലാ ബേസിൽ മൂവികളെ പോലെ തന്നെ നല്ലൊരു കോമഡി രീതിയിലാണ് പടം പോകുന്നതെങ്കിലും പിന്നീട് അത് ഈ പറഞ്ഞ പോലെ ജോണർ ഷിഫ്റ്റ് ചെയ്ത് പിന്നീട് പല രീതിയിലുള്ള മിസ്റ്ററി ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പടം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക്കിനെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ക്രിസ്റ്റഫ് സേവിയർ അതേ രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പല ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പോലും നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ചെറിയൊരു ചുറ്റുപാടിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആണെങ്കിൽ കൂടിയും അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവർ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്നതും കാസ്റ്റിംഗും എല്ലാം പക്ക പെർഫെക്റ്റ് ആണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒരു സീൻ പോലും പാഴാക്കാണ്ട്, അതായത് നമുക്ക് മടുപ്പിക്കാത്ത രീതിയിലാണ്, ഫുൾ ഒരു ഹോൾ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലാണ് സിനിമ കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മിസ്റ്ററി എലിമെന്റ്സും പിന്നീട് കുഞ്ഞു കുഞ്ഞു ട്വിസ്റ്റുകളും അവസാനം ഒരു വലിയ ട്വിസ്റ്റും ഒക്കെ ആയിട്ട് പടം നല്ല അടിപൊളി എൻഗേജിങ് ആണ്. നമുക്ക് ഒരു വട്ടം പോലും ലാഗിങ് തോന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നെങ്കിൽ കണ്ടോ. ഓക്കെ, ബൈ. പിന്നീട് പല രീതിയിലുള്ള മിസ്റ്ററി ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പടം. അതിന്റെ കൂടെ തന്നെ ക്രിസ്റ്റഫ് സേവിയറിന്റെ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ ഈ സിനിമകളിൽ ഒന്നാണ് ഈ പറയുന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് ഈ ഓർക്കസ് മിസ്റ്ററി എലിമെന്റ്സും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മ്യൂസിക്കിനെ പറ്റി എടുത്തു പറയാൻ പറ്റാത്ത ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററാണ്.